ആദിവാസി യുവാവിന്റെ ജെസിബി വനം വകുപ്പ് പിടിച്ച സംഭവത്തിൽ ജെസിബി വിട്ടുകൊടുക്കാതെ വനം വകുപ്പ് ഡിഎഫ്ഒയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. വണ്ടി പിടിച്ചെടുത്ത വനം വകുപ്പിന്റെ നടപടികൾ ഒരാഴ്ചയ്ക്കകം പൂർത്തിയാക്കുമെന്ന് മൂന്നാർ ഡിഎഫ്ഒ. വനം വകുപ്പ് വണ്ടി നൽകാമെന്ന് ഉറപ്പിലായിരുന്നു അജീഷ് ആത്മഹത്യാശ്രമം അവസാനിപ്പിച്ചത്. റിപ്പോർട്ടിലേക്ക്. ഇല്ല, അന്ന് ഞാൻ വണ്ടിയെന്ന് പെട്രോൾ ഒഴിച്ച് ഇറങ്ങുമ്പോൾ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഈ വണ്ടി വിട്ടുതരാമെന്നുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാന്ന് പറഞ്ഞ് ഉറപ്പിന്നലെ ഇറങ്ങിയത്. ഇന്നിപ്പോ ഇങ്ങനെ പറയുന്നതിന്റെ കാര്യം പറയും. അല്ല, ഇതിൻ്റെ അകത്ത് 61A അനുസരിച്ചുള്ള നടപടിക്രമങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ ചെയ്യാമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് എങ്ങനെയാണ് ചെയ്യുന്നത്? 61A അനുസരിച്ച് ഈ നടപടിക്രമങ്ങൾ ചെയ്യാന്ന് പറയുമ്പോൾ ആ വണ്ടിക്ക് ബോണ്ട് കിട്ടിയ തുക അതിനനുസരിച്ചാണോ എങ്ങനെയാണെന്നുള്ള കാര്യം വ്യക്തമാക്കി. 61A എന്ന് പറയുമ്പോൾ സർക്കാരിലേക്ക് കണ്ടുകെട്ടുക എന്നുള്ളതാണ്. അതൊരു പ്രത്യേക വകുപ്പ് പ്രകാരമുള്ള നടപടിക്രമമാണ്. അത് പരിശോധിച്ച് അതിലൊരു അന്തിമ ഉത്തരവ് ഇറക്കാൻ പെൻഡിംഗ് ഉണ്ടായിരുന്നു. ഇത് വിട്ടുകിട്ടാൻ വേണ്ടി എന്തെങ്കിലും സാധ്യത തെളിയുന്നത് അതിനകത്തുണ്ട്. അത് നോക്കിയിട്ട് ചെയ്യും. 18 ലക്ഷം കോമ്പൗണ്ട് ചെയ്യുന്ന കേസല്ലോ ഇത്. അങ്ങനത്തെ കേസല്ല. ഇത് വണ്ടിയായിട്ട് ബന്ധപ്പെട്ട ഒരു നടപടിക്രമം പൂർത്തീകരിക്കാനുണ്ട്. അത് ഒരാഴ്ചയ്ക്ക് പൂർത്തീകരിക്കാം. അത് പൂർത്തീകരിക്കട്ടെ. അത് പറയാം. ഇതൊരു ഫൈനൽ ഓർഡർ ഇഷ്യൂ ചെയ്യണം. നിലവിലുള്ള 61A പ്രകാരമുള്ള നടപടിക്രമം നേരത്തെ ഒക്കെ നോട്ടീസ് കൊടുക്കുകയും അത് ഹിയറിംഗ് നടത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി അഖിൽ TS ഇടുക്കിയിൽ നിന്നും ചെയ്യുന്നുണ്ട്. അഖിൽ, ഇപ്പോൾ ആദിവാസി യുവാവിന്റെ ജെസിബി വനം വകുപ്പ് പിടിച്ച സംഭവത്തിൽ ജെസിബി വിട്ടുകൊടുക്കാതിരിക്കുകയാണ് ഇപ്പോഴും വനം വകുപ്പ്. ഈ DFOയുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയും ഇപ്പോൾ തീരുമാനമാകാതെ പിരിഞ്ഞു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ? വിശ്വപ്രിയ, ഇന്ന് രാവിലെ കഴിഞ്ഞ ദിവസമാണ് ഇത്തരത്തിൽ ഒരു ആദിവാസി യുവാവ് തന്റെ ജെസിബി കഴിഞ്ഞ 5 കൊല്ലമായി വനം വകുപ്പ് കസ്റ്റഡിയിലെടുക്കുകയും വിട്ടുകൊടുക്കാൻ തയ്യാറാകാത്തതിനെ തുടർന്ന് ജെസിബിക്കുള്ളിൽ കയറി പെട്രോൾ ദേഹത്തൊഴിച്ച് ആത്മഹത്യാ ഭീഷണി മുഴക്കുകയും ചെയ്തത്. തുടർന്ന് ജനപ്രതിനിധികളുടെ അടക്കം ഉറപ്പിന്മേൽ വനം വകുപ്പ് ജെസിബി വിട്ടു നൽകാമെന്ന ഉറപ്പിന്മേലാണ് രാജേഷ് തന്റെ സമരം അവസാനിപ്പിച്ചത്. ഇന്നാണ് മൂന്നാർ DFOയുമായി ഇത് സംബന്ധിച്ച ചർച്ച നടന്നത്. ഈ ചർച്ചയിൽ അനുകൂലമായ തീരുമാനം പ്രതീക്ഷിച്ചായിരുന്നു രാജേഷ് അടക്കമുള്ള ആളുകൾ അവിടെ എത്തിയിരുന്നത്. എന്തായാലും വനം വകുപ്പിന്റെ ഭാഗത്തു നിന്ന് യാതൊരു വിധത്തിലുള്ള അനുകൂലമായ തീരുമാനങ്ങളും ഉണ്ടായില്ല. രാജേഷിന്റെ ജെസിബി നിലവിൽ വിട്ടു നൽകുന്നതിനുള്ള ഒരു തീരുമാനങ്ങളും ചർച്ചയിലെടുത്തില്ല. ചർച്ചയിൽ ഉരുത്തിരിഞ്ഞ തീരുമാനം എന്ന് പറയുന്നത് DFOയുടെ നേതൃത്വത്തിലുള്ള വനം വകുപ്പ് ജെസിബി കണ്ടുകെട്ടുന്നതിന് തീരുമാനിച്ചു. സർക്കാരിലേക്ക് കണ്ടുകെട്ടും. തുടർന്ന് രാജേഷിന് തന്റെ ജെസിബി സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ കോടതി വഴി സ്വന്തമാക്കാമെന്നുള്ള ഒഴുക്കൻ മറ്റുള്ള മറുപടിയാണ് DFO നൽകിയത്. അത്തരത്തിൽ ഒരു വിശ്വാസവഞ്ചന എന്ന് തന്നെ പറയേണ്ടി വരും. കഴിഞ്ഞ 5.5 വർഷത്തോളമായി തന്റെ ഉപജീവന മാർഗമായിട്ടുള്ള ജെസിബിക്ക് വേണ്ടി ഒരാൾ നടത്തുന്ന പോരാട്ടത്തെ കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് തന്റെ ജെസിബി വിട്ടുകൊടുക്കാൻ പോലും തയ്യാറാകാതെ വനം വകുപ്പ് ഒരു സാധുവായ ആദിവാസി യുവാവിനോട് ചെയ്യുന്ന ഏറ്റവും ക്രൂരമായ പ്രവണതകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തെ ചർച്ചയിലും അത് തന്നെയാണ് ആവർത്തിച്ചത്. ഒരു തരത്തിലും ജെസിബി വിട്ടുകൊടുക്കുന്നതിനുള്ള ഒരു നടപടിക്രമങ്ങളും രാജേഷിന്റെ വാക്കുകളിൽ തന്നെ കാണാം. രാജേഷിനോട് കഴിഞ്ഞ തവണ ഉറപ്പ് നൽകിയിട്ടായിരുന്നു രാജേഷ് തന്റെ ആത്മഹത്യാശ്രമം അവസാനിപ്പിച്ചത്. എന്നാൽ ആ ഉറപ്പ് ഒരു തരത്തിലും പാലിക്കപ്പെട്ടില്ല. അത്തരത്തിൽ അനുകൂലമായ ഒരു നിലപാടും ഉണ്ടായില്ല. സർക്കാരിലേക്ക് കണ്ടുകിട്ടും. അതിനുശേഷം കോടതി വ്യവഹാരം വഴി അതെത്ര വർഷമെടുക്കുമെന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അത്തരത്തിൽ കോടതി വ്യവഹാരം വഴി തനിക്ക് തന്റെ ഉപജീവന മാർഗമായ ജെസിബി തിരികെ സ്വന്തമാക്കാമെന്നാണ് ഫോറസ്റ്റ് പറയുന്നത്. അത്തരത്തിൽ നീചമായ ഒരു വിശ്വാസവഞ്ചനയും വാക്ക് പാലിക്കാത്ത ഒരു നടപടിയുമാണ് നിലവിൽ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കേണ്ട വിശ്വപ്രിയ.